കേരള സർവകലാശാലയിൽ കടുത്ത നടപടിയുമായി VC. സർവകലാശാല ആസ്ഥാനത്തെ സിൻഡിക്കേറ്റ് റൂം പൂട്ടി. ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂമിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിനു പിന്നാലെയാണ് നിർണായക നടപടി. മുറി പൂട്ടി താക്കോൽ സുരക്ഷാ ജീവനക്കാർക്ക് കൈമാറി. യോഗസമയത്തല്ലാതെ സിൻഡിക്കേറ്റ് റൂം മറ്റുള്ളവർക്ക് തുറന്നു നൽകരുതെന്ന് VCയുടെ കർശന നിർദ്ദേശമുണ്ട്. അതേസമയം സർവകലാശാലയിൽ ഇന്നലെ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ CPI ജീവനക്കാരുടെ സംഘടന VCക്ക് പരാതി നൽകി. ജീവനക്കാർക്ക് സുരക്ഷ നൽകണമെന്ന് രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പൻ DGPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഒന്നിലേറെ സംഭവങ്ങൾ. ഒന്ന്, കേരള സർവകലാശാലയിൽ കടുത്ത നടപടി ഉണ്ടാകുന്നു, റൂം പൂട്ടുന്നു, സിൻഡിക്കേറ്റ് റൂം. അവിടെ മറ്റാരും കടക്കേണ്ട കാര്യമില്ല, ആ താക്കോൽ സുരക്ഷാ ജീവനക്കാരൻ്റെ കൈവശം ഏൽപ്പിക്കുന്നു. മറ്റൊന്ന്, CPI അനുകൂല സംഘടന സുരക്ഷ ആവശ്യപ്പെടുന്നു. ജീവനക്കാർക്ക് സുരക്ഷ വേണമെന്ന് രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പൻ DGPക്ക് പരാതി നൽകുന്നു. അങ്ങനെ ഒന്നിലേറെ സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നു. ഇപ്പോഴും ഈ സർവകലാശാല ആസ്ഥാനത്ത് കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലാണോ അതോ VCയുടെ കൈപ്പിടിയിലായോ? കൃഷ്ണരാജ്, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കേരള സർവകലാശാലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അത് ഒരുപടി കൂടി കടന്നതോടുകൂടിയാണ് കടുത്ത നടപടിയിലേക്ക് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേലും കടന്നിരിക്കുന്നത്. ഇപ്പോൾ സിൻഡിക്കേറ്റ് റൂം പൂട്ടിയിട്ട് കൊണ്ടുള്ളൊരു നടപടിയിലേക്കാണ് അദ്ദേഹം ചെന്നിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളായ മുരളീധരൻ പിള്ളയും ഷിജു ഖാനും അടക്കമുള്ളവർ ഈ സിൻഡിക്കേറ്റ് റൂമിലേക്ക് എത്തുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ, ബോധപൂർവമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതടക്കമുള്ള പരാതികൾ ഉയരുന്നു. ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂം പൂട്ടിക്കൊണ്ടുള്ളൊരു നടപടിയിലേക്ക് വൈസ് ചാൻസലറും കടന്നത്. അതായത് സിൻഡിക്കേറ്റ് യോഗം കൂടുമ്പോഴല്ലാതെ സിൻഡിക്കേറ്റ് റൂം തുറക്കേണ്ട ആവശ്യമില്ല എന്നതാണ് VC എടുത്തിരിക്കുന്ന നിലപാട്. അല്ലാതെ സിൻഡിക്കേറ്റ് റൂമിലേക്ക് അവിടെ എത്തേണ്ട ആവശ്യമില്ല, അനാവശ്യമായി അവിടെ ആ റൂം അനാവശ്യ കാര്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റൂം പൂട്ടിയിടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കടുത്ത തീരുമാനമാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തുണ്ടായത്. അത് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്ത്, അതായത് വലിയ രീതിയിൽ വ്യാപകമായിട്ട് പരാതിയുണ്ട്. ജീവനക്കാരെ അടക്കം ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള പരാതികൾ കൂടി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ സുപ്രീം പവറായിട്ട് യൂണിവേഴ്സിറ്റിയിൽ കേരള സർവകലാശാലയിൽ മാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആരോപണവും പരാതിയുമായി വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കടുത്ത തീരുമാനം എന്ന നിലയിലേക്ക് വൈസ് ചാൻസലറും എത്തിയിരിക്കുന്നത്. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് റൂം പൂട്ടി താക്കോൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരോട് യാതൊരു കാരണവശാലും സിൻഡിക്കേറ്റ് റൂം തുറക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശവും കർശനമായി നൽകിയിട്ടുമുണ്ട്. സിൻഡിക്കേറ്റ് കൂടുന്ന സമയത്തല്ലാതെ റൂം തുറക്കേണ്ട ആവശ്യമില്ല, അനാവശ്യമായിട്ട് അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നതടക്കമുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു വൈസ് ചാൻസലർ. അതോടൊപ്പം തന്നെയാണ് ഇടത് സംഘടനയിൽപ്പെട്ടവർ, അതായത് CPI-യുടെ തന്നെ സംഘടനയിൽപ്പെട്ടവരും പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംഘടനയിൽപ്പെട്ടവരും പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. CPI സംഘടനയായ കേരള സർവകലാശാല സ്റ്റാഫ് അസോസിയേഷനും കോൺഗ്രസിൻ്റെ സംഘടനയായ സ്റ്റാഫ് യൂണിയനുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ പരാതിയുടെ കാരണമെന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തങ്ങളെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, മാത്രമല്ല ഭീഷണിപ്പെടുത്തുന്നു. അവർ ഒരു സുപ്രീം പവറായി മാറിക്കൊണ്ട് നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ നടപടി ആവശ്യം വേണം, മാത്രമല്ല തങ്ങൾക്ക് സുരക്ഷ, സ്വസ്ഥമായി സർവകലാശാലയിൽ ജോലി ചെയ്യുവാനുള്ള അന്തരീക്ഷം ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് ജോലി ചെയ്യുവാനുള്ള അവസരം വേണം, അതോടൊപ്പം തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും ഈ CPI-യുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും അടക്കമുള്ള സംഘടനകളും ഇപ്പോൾ വൈസ് ചാൻസലറോട് നിർദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ വൈസ് ചാൻസലറോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജോയിൻറ്റ് രജിസ്ട്രാർ ഒരു പരാതി DGPക്ക് നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ, അതായത് നിലവിലെ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ
ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുകയും ചെയ്തു. കാരണം ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കേരള സർവകലാശാലയിൽ നടക്കുന്ന സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു പരാതി നൽകിയിരിക്കുന്നു. മാത്രമല്ല ജീവനക്കാർക്ക് സുരക്ഷ നൽകുവാനുള്ള ആവശ്യമായുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യവും മിനി കാപ്പൻ DGPക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയെ ഒരു തരത്തിലും സ്വസ്ഥമായ രീതിയിലേക്ക് പോകാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വന്ന് പഠനം നടത്തി സ്വസ്ഥമായിട്ട് പഠനം നടത്തുവാനൊരു അവസരം സൃഷ്ടിക്കില്ല എന്നൊരു നീക്കത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുള്ളത്. അതോടൊപ്പം തന്നെ SFIയും ഉണ്ട്. എന്തായാലും ഈ യൂണിവേഴ്സിറ്റിയുടെ തർക്കങ്ങൾ ഒരു വിധത്തിൽ ശാന്തമായി വരുന്നൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഗവർണറെ കണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പ്രതിഷേധം നടത്തില്ല എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിൽ പോലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അത് കൂട്ടാക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ ഒരു ഇടത്താവളമായിട്ട് ഈ യൂണിവേഴ്സിറ്റിയെ മാറ്റുകയും അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു സുപ്രീം പവറായി മാറിക്കൊണ്ട് മറ്റ് ഉദ്യോഗസ്ഥരെ അടക്കം ഭരിക്കുന്നതും തങ്ങളുടെ ഇച്ഛകൾ, തങ്ങളുടെ അതായത് തങ്ങളുടെ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലെല്ലാം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാറുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ പരാതി കൂടി വന്നിരിക്കുന്നത്. എന്തായാലും കടുത്ത നടപടി ഈ വിഷയത്തിൽ വൈസ് ചാൻസലറും സ്വീകരിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റ് റൂം പൂട്ടിക്കൊണ്ടാണ് വൈസ് ചാൻസലർ നടപടിയെടുത്തിരിക്കുന്നത്. കേരള സർവകലാശാലയിൽ കടുത്ത നടപടിയുമായി VC രംഗത്തെത്തുന്നു. സർവകലാശാല ആസ്ഥാനത്തെ സിൻഡിക്കേറ്റ് റൂം പൂട്ടുന്നു. അവിടെ ആരെങ്കിലും അതിക്രമിച്ച് കയറേണ്ടതില്ല ഇനി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് VC. മുറി പൂട്ടി താക്കോൽ സുരക്ഷാ ജീവനക്കാർക്ക് കൈമാറി. സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ രജിസ്ട്രാർ മിനി കാപ്പൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് രഘുവംശം.